അതുണ്ടല്ലോ ഞങ്ങളുടെ അളിയനും പിള്ളേരും കൂടി എങ്ങോട്ടാണ് ഈ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോവുകയാണ്. എപ്പോഴും പ്രിൻസിന് സമയം കിട്ടുമ്പോൾ കുറച്ച് നേരമൊക്കെ വെറുതെ കിട്ടുമ്പോൾ പ്രിൻസ് അവിടെ താമസിക്കുന്ന കുമ്പളങ്ങിയിലാണ്, അളിയനും പെങ്ങളും താമസിക്കുന്ന അവിടെ. അപ്പോൾ അവരവിടെ തൊട്ട് പുറകിൽ പോയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടാൻ പോകാറുണ്ട്. ഈ കഥയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഡോപ്പിക്കും റബേക്കയ്ക്കും ഭയങ്കര ആഗ്രഹം ചൂണ്ടയിട്ട് മീൻ പിടിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് അളിയനോട് പറഞ്ഞു ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് പറഞ്ഞു പോരാൻ. അങ്ങനെയാണ് ഇവർ ചെന്നത് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം മാത്രമല്ല, ഇവർ 3-4 ദിവസം മീൻ പിടിക്കാൻ പോയി എന്നുള്ളതാണ്. ഇഷ്ടം പോലെ മീൻ കിട്ടുകയും ചെയ്തു. എല്ലാം കൂടി നമ്മൾ മുറിച്ച് എടുത്തേക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ആദ്യം കണ്ട കൂരി ഉണ്ടല്ലോ, ആ കൂരി കിട്ടിയത് ഒരു ദിവസമാണ്, കരിമീൻ കിട്ടിയത് വേറെ ദിവസമാണ്. ഇതാ പെട്ടക്കണ കരിമീൻ നോക്കിയേ. ഇത് റബേക്ക കുട്ടി പിടിച്ചാട്ടോ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കൂട്ടത്തിൽ ഇവർ 3 പേരും ചൂണ്ടയിട്ടെങ്കിലും ഏറ്റവും കൂടുതൽ മീൻ ഇപ്രാവശ്യം കിട്ടിയത് നമ്മുടെ റബേക്കയ്ക്കാണ് കേട്ടോ. റബേക്കയ്ക്ക് ഭയങ്കര ക്ഷമയുണ്ടൊരു നാക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ചൂണ്ടയിടാൻ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നു കേട്ടോ. കുറേ നേരം ചൂണ്ടയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ വന്ന് പ്രിൻസും പിള്ളേരും ഡോപ്പിയൊക്കെ കൂടെ അവർ ഫുഡ് കഴിച്ചിട്ട് അവർ വീണ്ടും പോയി ചൂണ്ടയിട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ചൂണ്ടയിടൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹരമാണല്ലേ, നമുക്ക് നിർത്താൻ തോന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് എമ്മിക്കുട്ടിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. എനിക്കും അത്രയും ഒരു ക്ഷമയൊന്നുമില്ല കേട്ടോ അവിടെ ഇരുന്ന് അങ്ങനെ മീൻ പിടിക്കാനൊക്കെ. പക്ഷേ റബേക്കയ്ക്കും ടോപ്പിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ അവർ പോയി, എല്ലാ പ്രാവശ്യം പോയപ്പോഴും നിറയെ മീൻ കിട്ടിയിട്ടോ. വീട്ടിൽ ഞങ്ങൾക്കൊരു ഗസ്റ്റ് വന്നപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കി കൊടുത്തത് റബേക്ക പിടിച്ച കരിമീൻ വെച്ചാണെന്ന് ഓർക്കണം. അത്രയും മീൻ നമുക്ക് കിട്ടുന്നില്ല, വലിയ കരിമീനൊക്കെ എടുത്താൽ നോക്കിയേ, നല്ല പിടക്കണ കരിമീനൊക്കെ. ശരിക്കും നമ്മൾ ഈ വെക്കേഷൻ്റെ സമയത്തെ പിള്ളേർക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ നടന്ന് ചെയ്യുവാണെങ്കിൽ പിള്ളേർക്കും ആ ദിവസം അവർക്കൊട്ടും ബോറടിക്കില്ല. കാരണം ഇഷ്ടമുള്ള കാര്യമാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ചൂണ്ടയിടൽ മാത്രമല്ല, ഓരോ കുട്ടികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. ശരിക്കും അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ അവരെ ഡീവിയേറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ അത് അവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. നിങ്ങൾക്കറിയാമോ ഈ കരിമീൻ പിടിക്കാനായിട്ട് എന്ത് സാധനം ഇടണം എന്നുള്ളത്, അതിൻ്റെ തീറ്റയായിട്ട് എന്താണെന്നുള്ളത്? ഒരു സംഭവം, ഒരു സൂത്രം ഉണ്ട് കേട്ടോ, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തോളൂ.